ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്താ വലിയൊരു ബോക്സൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നതെന്നല്ലേ. ഇത് ഞാനൊരു 3-4 മാസമായിട്ട് ആഗ്രഹിച്ച് ഓൺലൈൻ വഴി മേടിച്ച ഒരു സാധനമാണ് കേട്ടോ. എനിക്ക് ഒത്തിരി പ്രയോജനം ചെയ്യും എന്ന് വിശ്വസിച്ച് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് ഓർത്തു. ഞാനൊരു ക്ലൂ പറയാം, കണ്ടുപിടിക്കാൻ പറ്റുന്നവർ കണ്ടുപിടിച്ചിട്ട് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. ഞാൻ അച്ചാറിടുന്നത് നിങ്ങൾക്കറിയാമല്ലോ, അച്ചാർ ബീഫ് അച്ചാറും മീൻ അച്ചാറും ഒക്കെ ഇട്ട് വിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണിത്. അപ്പോൾ കണ്ടുപിടിക്കാമെന്നുള്ള ഒരു വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേ. പിന്നെ ഞാൻ ഇത്രയും വലിയൊരു ബോക്സ് ഒന്നും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ ഐറ്റം ചെറുതാണല്ലോ, എന്തിനാ ഇത്രയും വലിയ ബോക്സ് എന്നൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ചിന്ത. എന്തായാലും നന്നായിട്ട് അവർ പാക്ക് ചെയ്ത് അയച്ചേക്കുന്ന, ഒരു ഡാമേജും പറ്റത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം അത്രയും നല്ല പാക്കിംഗ് ആണ്. കാർഡ്ബോർഡ് ബോക്സിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഇൻഡക്ഷൻ എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. എന്ന് വിചാരിച്ചിട്ട് ആരും കരുതണ്ട ഇത് ഇൻഡക്ഷൻ കുക്കറാന്ന്. അതിൻ്റെ താഴെ വൈറ്റ് കളറിൽ എഴുതിയിരിക്കുന്ന കണ്ടില്ലേ, സീലിംഗ് മെഷീനാണ് കേട്ടോ. കേടുപാടില്ലാതെ വരാനായിട്ട് മുകളിൽ മൊത്തം റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയൊരു കാർഡ്ബോർഡ് ബോക്സ്, അതിനകത്ത് തണ്ട വീണ്ടും ഒരു കാർഡ്ബോർഡ് ബോക്സിനകത്താണ് നമ്മുടെ ഐറ്റം ഇരിക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിനകത്തൊരു ചെറിയ 2 പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഇട്ടേക്കുന്നത്. നമ്മുടെ എന്താ പറയുക, കായൊക്കെ വരത്തില്ലേ ബോക്സ്, അതുപോലത്തത്. പിന്നെ ഇതിൻ്റെ കൂടെ ഓപ്പറേഷൻ മാനുവലൊക്കെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ കാണിക്കാനായിട്ട്. ഇതാണ് കേട്ടോ നമ്മുടെ സംഭവം. ഇത് വെച്ചാണ് നമ്മൾ സീൽ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ പിക്കിളൊക്കെ പാക്ക് ചെയ്തിട്ട് ഞാൻ ഇത്രയും നാളും അത് സൈഡ് നല്ല ടൈറ്റായിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം സൈഡ് മൊത്തം സെലോ ടേപ്പൊക്കെ വെച്ച് ചുറ്റിയെടുത്ത് അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെയാണ് ഞാൻ എല്ലാവർക്കും കൊറിയറൊക്കെ അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം കൊറിയർ ചെയ്യുമ്പോഴും മനസ്സിലൊരു ടെൻഷനുണ്ട്, എങ്ങാണോ ലീക്കേജ് വരുമോ എന്നൊക്കെ പ്രാർത്ഥിച്ചാണ് ഞാൻ സാധാരണ അയച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതുവരെ അങ്ങനെ വലിയ കംപ്ലൈൻ്റ് ഒന്നും എനിക്ക് വന്നിട്ടില്ല. എന്നാലും എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു മെഷീൻ മേടിക്കണമെന്ന്. അങ്ങനെ ഞാൻ EMI വഴി മേടിച്ചതാണ് കേട്ടോ. അതായത് 6000 രൂപയാണ് ഇതിൻ്റെ വില. ടൈം സെറ്റ് ചെയ്യേണ്ട സംഭവമൊക്കെ മെഷീനിൽ തന്നെ ഉണ്ട്, അത് തന്നെ നമുക്ക് ചെയ്യാം. ഇത് ഫോയിൽ പേപ്പറാണ് കേട്ടോ. ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മേടിച്ച് വെച്ചതാണ്. അതായത് നമ്മുടെ ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ അളവിനുള്ള ഫോയിൽ പേപ്പറാണ് ഇത്. ഒരു പാക്കിൽ 1000 ഷീറ്റാണ് ഉള്ളത്. ഇതിൽ ഞാൻ 2 സെറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് 1/4 കിലോയുടെ കുപ്പിയുടെ അളവിനും 1/2 കിലോയുടെ കുപ്പിയുടെ അളവിനുമാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെ വെക്കുന്നതെന്നൊന്ന് നോക്കാം. നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് നമ്മുടെ ക്യാപ്പിനകത്തോട്ട് ഇത് ഫിക്സ് ചെയ്ത് വെക്കണേ. ആ ലെറ്റേഴ്സ് വരുന്ന സ്ഥലം വന്നിട്ട് ആ പോർഷൻ അടിവശത്ത് വരുന്ന രീതിയിൽ വേണം ഇത് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. ഇതിങ്ങനെ സൈഡൊക്കെ നന്നായിട്ട് ടൈറ്റായിട്ട് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ പിക്കിള് ബോട്ടിലുണ്ടല്ലോ, അത് നന്നായിട്ട് നമുക്ക് ക്യാപ്പ് അടച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ മെഷീൻ ഓൺ ചെയ്ത് ബാക്കിൽ ഓൺ ചെയ്യണം, സ്വിച്ച് ഓൺ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ ഞാൻ ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ ഇതും കാണിക്കും, നമ്മൾ എത്ര എണ്ണം സീൽ ചെയ്തെന്ന്. ഇപ്പുറത്തെ സൈഡ് ഇപ്പോൾ ഒന്നൊന്ന് ഞാൻ ഓൾറെഡി ഒന്ന് ട്രയൽ നോക്കിയിട്ടുണ്ടായിരുന്നു, അത് കാരണം ഒന്നൊന്ന് ഇപ്പുറത്തെ സൈഡ് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇങ്ങനെ കൈ പിടിക്കുന്നത്, ഇതിന് ഈ ക്യാപ്പിൻ്റെ മുകളിൽ ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ആ റെഡ് കളറിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പ്രസ് ചെയ്യുമ്പോൾ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും. അതുപോലെ തന്നെ അത് ആയി കഴിയുമ്പോൾ ഒരു അത്രയും സെക്കൻഡ്സ് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്ന സെക്കൻഡ്സ് കഴിയുമ്പോൾ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും. അത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഇത് ഫിക്സ് ആയി എന്നാണ് അർത്ഥം. നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. ക്യാപ്പ് റിമൂവ് ചെയ്യുമ്പോൾ ചൂടുണ്ട്, അതുപോലെ ഫോയിൽ പേപ്പറിലും ചെറിയ ചൂടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലീക്കേജ് വരും എന്നുള്ള ഒരു ടെൻഷനുമില്ല. അപ്പോൾ ധൈര്യമായിട്ട് ബീഫ് പിക്കിളും ഫിഷ് പിക്കിളും ഓർഡർ ചെയ്യേണ്ടവർക്ക് ഇന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ. നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.